എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിൽ വളരെ വിലപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെ ഓരോ ദിവസവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും നിങ്ങളുടെ ജീവിതത്തെ ബലവും പുരോഗതിയും സൗഖ്യവും ഉള്ളതാക്കി മാറ്റട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കർത്താവിൽ ബലപ്പെട്ട് കഴുകനെ പോലെ ചിറകടിച്ച് കയറാം. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ദ റിയൽ റിസ്ക് ഈസ് ഡൂയിങ് നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചെയ്യുന്നതല്ല ബുദ്ധിമുട്ട്, ചെയ്യാതിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ എന്നെ ശക്തീകരിക്കണേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ പ്രാർത്ഥിച്ച് ചെയ്യേണ്ടത് ചെയ്യുകയാണെങ്കിലോ അതെത്ര വിജയകരമായിരിക്കും. നമ്മുടെ വിളിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. നമ്മുടെ കഴിവെന്താണോ അതിനനുസരിച്ച് ചെയ്യാം. ഒന്നും ചെയ്യാതെ ജീവിതം ഇനി തള്ളി നീക്കരുത്. ഈ വർഷം ഒത്തിരി ദിവസങ്ങൾ, മാസങ്ങൾ അങ്ങനെ വെറുതെ ഒരു ജോലി കിട്ടും, എന്നെ ജോലിക്കാരെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. ഇല്ല, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടും. എന്നാൽ വെറുതെ ഇരിക്കരുത്. അതിനിടയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യുക, ചില കാര്യങ്ങൾ കൂടി പരിശീലിക്കുക, ചില കാര്യങ്ങൾക്ക് വേണ്ടി വിലമുടക്കുക, ഉറക്കളിക്കുക. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ, ബലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. 21 വാക്യം മുതൽ വായിക്കുമ്പോൾ, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെ ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. ലുസ്ത്രയിൽ വെച്ച് വലിയൊരു ഉപദ്രവം ഉണ്ടായി. ലുസ്ത്രയിൽ വെച്ച് ഒരു മുടന്തനെ പൗലോസ് എഴുന്നേൽപ്പിച്ചു. ഈ കാരണത്താൽ അവിടെ ഒരു വലിയൊരു പൂജ നടത്താൻ, പൗലോസിനും ബർന്നബാസിനെയും ദൈവമാക്കിക്കൊണ്ടൊരു പൂജ നടത്താൻ നോക്കിയപ്പോൾ അവരതിനെ തടഞ്ഞു. പിന്നത്തേതിൽ യഹൂദന്മാരെ ജനങ്ങളെ ഇളക്കി വിട്ട് പൗലോസിനെ കല്ലെറിഞ്ഞു, മരിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ശിഷ്യന്മാർ ചുറ്റി നിന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റു, പലയിടത്തും പോയി വീണ്ടും യാത്ര ചെയ്തു. പലരെയും ശിഷ്യരാക്കിയ ശേഷം എവിടെ കല്ലേറുകൊണ്ടോ അവിടേക്ക് തന്നെ മടങ്ങിച്ചെന്ന ഒരു ഭാഗമാണ് ലുസ്ത്രയിലേക്ക്, ഇക്കോന്യ, അന്തോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്നു. ഒന്നിനെയും പേടിക്കാത്തവർ, സുവിശേഷകർ, അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ സന്ദേശം വഹിക്കുന്നവർ, യേശു തെരഞ്ഞെടുത്തവർ, ഇവർക്ക് മരണമെന്നുള്ളത് പേടിയേയില്ലായിരുന്നു. എവിടെ അവരെ കൊന്നുവോ അവിടെ ജീവനോട് വീണ്ടും തിരിച്ചു വരികയാണ്. മരിച്ചെന്ന് എല്ലാവരും വിചാരിച്ച ആള് ഇതാ ലുസ്ത്രയിൽ വന്നിരിക്കുന്നു, വീണ്ടും അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇതായിരുന്നു ഇവരുടെ ജീവിത ശൈലി. മരണത്തെ പേടിയില്ല, പ്രതികൂലത്തെ പേടിയില്ല. പ്രശ്നങ്ങൾക്ക് ഇവരൊരു പ്രശ്നമാണ്. ഇത് തന്നെയാണ് ഇവർക്കും പറയാനുള്ളത്. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെ എത്തിയല്ലോ. സർവ്വജനവും ഇവരെ കണ്ട് പേടിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ഇതുപോലെ എരിവോടെ നിൽക്കുന്ന ഒരു സമൂഹം. ഇതായിരുന്നു ആരംഭകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ സഭാ വളർച്ചയ്ക്ക് കാരണമായി തീർന്ന വ്യക്തികളുടെ ജീവിത ശൈലി. ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നത് കൊണ്ടാണ് യൂറോപ്പ്, ഏഷ്യ മുഴുവനും സുവിശേഷമെത്താൻ കാരണമായി തീർന്നത്. അതേ കാലത്ത് തന്നെ തോമസ് അപ്പോസ്തലൻ കേരളത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ മഗ്ദലക്കാരി മറിയ ഫ്രാൻസിൽ പോയി, ജർമ്മനിയിലേക്ക് പോയി. ഈ 2 സ്ഥലങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അവർ മരിച്ചു, രക്തസാക്ഷിയായെന്ന്. ആര്? മഗ്ദലക്കാരി മറിയ. സ്ത്രീകൾ പോലും പല രാജ്യങ്ങളിലേക്ക് പോയി. 120 പേര് കൂടിയ അപ്പോസ്തല പ്രവൃത്തിയിലെ ആ മാളിക മുറിയിൽ ഇരുന്ന പുരുഷന്മാർ മാത്രമല്ല,
സ്ത്രീകളും പല രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി രക്തസാക്ഷികളായി മാറി. ഇങ്ങനെയുള്ള തൻ്റേടികളായ, കർത്താവിൻ്റെ തൻ്റെ ഇടമുള്ളവരുടെ ഒരു സമൂഹമായിരുന്നു ഇവർ. ഒന്നിനെ പേടിയില്ലായിരുന്നു. മരണത്തെ അവർ പുച്ഛിച്ചു. ഇതായിരുന്നു ഇവരുടെ ജീവിത ശൈലി. ഇവിടെ 22-ാം വാക്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇവർക്കുണ്ടായ പ്രതികൂലത്തിൽ ഇവര് അവിടെ നിന്ന് പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് മനസ്സ് പതറിപ്പോയവരുടെ മനസ്സിനെ ഉറപ്പിച്ചു. മനസ്സിളകിയിരിക്കുന്നവരുടെ മനസ്സിനെ ഉറപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതികൂലമുള്ളവർ. വലിയ പ്രതികൂലമുള്ളവരാണ് പ്രതികൂലം കുറഞ്ഞവർക്ക് ആശ്വാസം കൊടുക്കുന്നത്. അപ്പോഴാണ് ആശ്വാസം പെട്ടെന്ന് ഫലിക്കുന്നത്. ചെണ്ടയോട് ഒരല് പോയി വിഷമം പറഞ്ഞ കഥ പണ്ടത്തെ ഒരു കഥയാ. ചെണ്ടയെന്ന് പറഞ്ഞാൽ രണ്ട് വശത്തു നിന്നാണ് അടി. രണ്ട് വശത്തു നിന്ന് അതിന് അടി കിട്ടും. ഒരലെന്ന് പറഞ്ഞാൽ ഒരു വശത്തുനിന്ന് അരി ഇട്ടിട്ട് ഒരു വശത്തുനിന്ന് ഇടിക്കുന്നതാണ്. ഒരല് ചെന്ന് ചെണ്ടയോട് തൻ്റെ സങ്കടം പറഞ്ഞു. എന്നിട്ട് ഒരല് സമാധാനിപ്പിച്ചു വിട്ടു. സാരമില്ല, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഒരു വശത്ത് നേടി, എനിക്ക് രണ്ട് വശത്ത് നേടി. എല്ലാവരെയും എല്ലായ്പ്പോഴും നടത്താൻ കഴിവുള്ളവൻ കർത്താവാണ്. ചെണ്ടയ്ക്ക് ഇത്രയേ പറയാനുള്ളൂ. നിനക്കൊരു വശത്ത് നേടിയെങ്കിൽ എനിക്ക് രണ്ട് വശത്ത് നേടി. ഏതു വശത്ത് നേടി വന്നാലും അതിനെല്ലാം സഹിക്കാനുള്ള ശേഷി തരുന്ന മറ്റൊരുവനുണ്ട്. പരീക്ഷയോടൊപ്പം നീക്കുപോക്ക് തരുന്ന സർവശക്തനായ ദൈവം. കർത്താവിലും കർത്താവിൻ്റെ ആമിത ബലത്തിലും ആശ്രയിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ഓരോ സ്ഥലത്തും ചെന്നിട്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ ഒരു ലീഡറെ കണ്ടെത്തി ആ വ്യക്തിയുടെ കയ്യിലേക്ക് ആ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം, ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ വഴി കൂടി ഇനി വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ സഭയുണ്ടായിരിക്കണം. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തങ്ങൾ വിശ്വസിച്ച കർത്താവിൻ്റെ കയ്യിലോട്ട് സഭയെ ഭരമേൽപ്പിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. നമ്മെ കൊണ്ട് കഴിയാത്ത കാര്യം കർത്താവ് നോക്കും. പൗലോസിന് പറയാനുള്ളത്, ഇനി ഞങ്ങളല്ല, കർത്താവ് ഇതിൻ്റെ കാര്യം നോക്കും. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കണം. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു കണ്ണടച്ചത്. പേടിയില്ല. പിന്നെ പിതാവിൻ്റെ കയ്യിലാണെങ്കിൽ കാര്യം ഉറപ്പാണ്. എത്ര പേർ നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവിയെ കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു, എല്ലാം ഞാൻ. ഞാനെന്നൊരു വ്യക്തി പോയാൽ ആ കുടുംബം എന്താകും? അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മുടെ വീടിനെ പ്രാർത്ഥിച്ചും ഉപവസിച്ച് ഏൽപ്പിക്കണം. നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നൊന്നല്ല. കർത്താവെ, ഇനി മുതൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാനല്ല, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഈ വീട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങ് തന്ന വീടാണ്, അങ്ങ് തന്ന കുടുംബമാണ്, അങ്ങ് തന്ന തലമുറയാണ്, അങ്ങ് തന്ന ആരോഗ്യമാണ്. അങ്ങ് തന്നെ കൺട്രോൾ ചെയ്യണം. അല്ലാതെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് കണ്ണടക്കുകയല്ല, മുഴുവനും കർത്താവിലേക്ക് കൊടുക്കുകയാണ്. കർത്താവെ, ഞാനല്ല, നീ തന്നെ മുഴുവനും നിയന്ത്രണം ഏറ്റെടുക്കണം. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു.
എന്താണ്? മുഴുവൻ കർത്തൃത്വം അങ്ങേക്കാണ്. എങ്കിലും മുഴുവൻ കർത്തൃത്വം നാം കർത്താവിന് കൊടുക്കാറില്ല. മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പൈസക്ക് പൈസയുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, പിള്ളേർക്ക് ജോലിയുണ്ട്. പിള്ളേർ ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഉഗാണ്ടയിൽ, ഒരാൾ ഓസ്ട്രേലിയയിൽ. ആ വിഷയം പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. ആര് പറഞ്ഞു? അതും പ്രാർത്ഥിക്കണം. ആരോഗ്യത്തിൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. ചെറിയൊരു ഷുഗർ വരും, അടക്കം അത് കുറയും, അതിനകത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. ആര് പറഞ്ഞു? ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്തവൻ കുഴഞ്ഞു വീണ് ചാകുന്നു. പ്രാർത്ഥിച്ച ആയുസ്സിനെ ഭരമേൽപ്പിക്കണം. എല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടു. യേശു കർത്താവിൻ്റെ ആമിത ബലത്തിൽ ആശ്രയിക്കും. കർത്താവിൻ്റെ കൃപയിൽ അങ്ങോട്ട് ചാര്. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ വിശ്വസിച്ച കർത്താവിൻ്റെ കയ്യിൽ ഓരോ കൂട്ടായ്മയെ, ഓരോന്നിനെയും, ഇവരുടെ മിനിസ്ട്രിയെ ഭരമേൽപ്പിക്കുകയാണ്. അതോടുകൂടി അവർ ഫ്രീ ആകുകയാണ്. നമ്മൾ പലപ്പോഴും ഫ്രീ ആകാത്തത് നമ്മളിത് കർത്താവിനെ ഏൽപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. കർത്താവെ അങ്ങ് ചെയ്യണം. കർത്താവിലോട്ട് ഒന്ന് ഭരമേൽപ്പിച്ച് നോക്ക്, കാര്യങ്ങളെല്ലാം എളുപ്പമാകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഇന്നു മുതൽ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങൾക്കുള്ള കഴിവുകൾ, ഞങ്ങളുടെ മിനിസ്ട്രി, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. മുഴുവൻ നിയന്ത്രണവും കർത്താവ് എടുക്കണം. സകലത്തിലും നിയന്ത്രണം അങ്ങ് മാത്രമായിരിക്കണം. അങ്ങയുടെ കൈകളിലാണെങ്കിൽ എല്ലാം ഭദ്രമാണ്. അങ്ങയുടെ കാവലിലും കരുതലിലും ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ഞങ്ങളുടെ സഭ, പ്രൈസ് ജനറേഷൻ മീഡിയ, ഞങ്ങളുടെ സഭയിലുള്ള കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റിലുള്ളവർ എല്ലാവരെയും കർത്താവിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കും. അവിടുന്ന് അവരെ നടത്തണം, നിയന്ത്രിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ നിങ്ങളെയും എന്നെയും എല്ലാം കർത്താവിൻ്റെ കൈകളിലേക്ക് ഭരമേൽപ്പിച്ചു. ഒരു ചെറിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന വലിയ ചലനം കൊണ്ടുവരും. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അന്ന് കർത്താവ് പറയും, നീ അങ്ങോട്ട് ചെയ്തോ. നമുക്ക് കഴിയില്ല. ഓരോ ദിവസവും ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ചെയ്യൽ നിർത്തി, കർത്താവെ അങ്ങൊന്ന് ചെയ്യും. അങ്ങ് ചെയ്യുന്നത് എന്നെ കാണിച്ചതാ, ഞാനും കൂടെ ചെയ്യാം. ഇതാണ് നമ്മെക്കുറിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ദൈവവചനം കേട്ട് ബലപ്പെടാൻ കർത്താവ് വീണ്ടും കൃപ തരും. നാളെ നമുക്ക് ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. നിന്നെ ആരാധിക്കുന്നു.
യേശുവിനോടൊന്ന് പാടി. നീ എൻ സഹോദരൻ കൂട്ടാളിയും നീ രാജാവായിരിക്കെ വാഞ്ചിക്കുന്നു അങ്ങേയറ്റവും അധികമായി മറ്റാരിലും. നീ എന്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എന്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി യേശുവേ നീ എന്റെ കോട്ട. നീ എന്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എന്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. വാഞ്ചിക്കുന്നു